നിന്റെ സന്നിധിയിൽ വന്നിരിക്കും ഞങ്ങളെ നീ നിന്റെ ദിവ്യാശിഷം നൽകി പാലിക്കാൻ സർവമായ ചിന്ത ദൂരെ നീക്കി കാക്കുക സർവമായ ചിന്ത ദൂരെ നീക്കി കാക്കുക. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 53-ാം സങ്കീർത്തനം 5-ാം വാക്യം. ഭയമില്ലാതിരുന്നിടത്ത് അവർക്ക് മഹാഭയമുണ്ടായി. നിന്റെ നേരെ പാളയം ഇറങ്ങിയവൻ്റെ അസ്ഥികളെ ദൈവം ചിതറിച്ചുവല്ലോ. ദൈവം അവരെ തള്ളിക്കളഞ്ഞതുകൊണ്ട് നീ അവരെ ലജ്ജിപ്പിച്ചു. ദൈവത്തെ മറന്നു പോകുന്നവരുടെ ജീവിതത്തിൽ യഥാർത്ഥ സമാധാനം ഉണ്ടാകുകയില്ല. പുറത്ത് അവർ ശക്തരായി തോന്നിയാലും ഉള്ളിൽ അവർ ഭയത്താലും ആശങ്കകളാലും നിറഞ്ഞവരായിരിക്കും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് പ്രതിസന്ധികളുടെ നടുവിലും ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയും. പാപം മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ അസ്വസ്ഥതയും ഭയവും സൃഷ്ടിക്കുന്നു. സമ്പത്തും അധികാരവും പ്രശസ്തിയും ഉണ്ടായാലും ദൈവമില്ലാത്ത ജീവിതം സമാധാനം നൽകുകയില്ല. ദൈവജനത്തിനെതിരെ ഉയരുന്ന എത്ര വലിയ ശക്തിയും ദൈവം ഒരു നിമിഷം കൊണ്ട് തകർത്തു കളയും. മനുഷ്യശക്തിക്ക് പരിമിതികളുണ്ട്, എന്നാൽ ദൈവത്തിൻ്റെ ശക്തിക്ക് അതിരുകളില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം തന്നെ ജനത്തെ ഉപേക്ഷിക്കുന്നവനല്ല. ശത്രുക്കൾ വളഞ്ഞു നിൽക്കുമ്പോഴും സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോഴും ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. നാം കാണാത്തിടത്ത് പോലും ദൈവം പ്രവർത്തിക്കുന്നവനാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഭയമുണ്ടാകാം. രോഗവും സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബ പ്രതിസന്ധികളും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും ഉണ്ടാകാം. എന്നാൽ ഇന്നത്തെ വചനം നമ്മോട് സംസാരിക്കുന്നത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ഭയം വിശ്വാസമായി മാറും. ജീവിതത്തിലെ എല്ലാ ഭയങ്ങളെയും കർത്താവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. ദൈവം നമ്മുടെ രക്ഷയും കോട്ടയും ആയതുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും നിരാശരാകുകയില്ല. ഈ പ്രഭാതത്തിങ്കൽ നമ്മുടെ സകല പ്രശ്നങ്ങളുമായി അവൻ്റെ പാദപീഠത്തിൽ നമുക്കെത്താം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലെ ഭയങ്ങളെ നീക്കി ഞങ്ങളുടെ ജീവിതത്തിൽ നിൻ്റെ സമാധാനവും ധൈര്യവും പകരണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.